ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ടൈപ്പിംഗ് ഇല്ലാതെ MS വേഡ് ഫോർമാറ്റിംഗ് പഠിക്കാം. റാൻഡം ഫംഗ്ഷൻ ട്രിക്ക് എക്സ്പ്ലെയിൻഡ് ഇൻ മലയാളം. വേഡ് ഫോർമാറ്റിംഗ് പഠിക്കാൻ സമയമുണ്ടോ? പക്ഷേ ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടോ? ഈ വീഡിയോ നിങ്ങൾക്കായി സമർപ്പിക്കുന്നു. ഒരു വാക്കുപോലും ടൈപ്പ് ചെയ്യാതെ മൈക്രോസോഫ്റ്റ് വേഡ് ഫോർമാറ്റിംഗ് എളുപ്പത്തിൽ പഠിക്കാം. ഈ ട്രിക്കിൽ റാൻഡം ഫംഗ്ഷൻ ഉപയോഗിച്ച് ഒറ്റ ക്ലിക്കിൽ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ അതുപയോഗിച്ച് ഫോർമാറ്റ് ഓപ്ഷൻ പ്രാക്ടീസ് ചെയ്യാം. ഈ വീഡിയോയിൽ നിങ്ങൾ പഠിക്കുന്നത് റാൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് ടെക്സ്റ്റ് എങ്ങനെ ഓട്ടോ ജനറേറ്റ് ചെയ്യാം, ഫോണ്ട് ചേഞ്ച് ചെയ്യുന്നത്, സ്റ്റൈൽ, സൈസ്, കളർ എക്സെട്ര, ലൈൻ സ്പേസിംഗ്, അലൈൻമെൻറ്റ്, ഇൻഡൻറ്റേഷൻ, പാരഗ്രാഫ് ഫോർമാറ്റിംഗ് ടിപ്സ്, ബുള്ളറ്റ്സ്, നമ്പറിംഗ്, ബോർഡർ, ഹെഡിംഗ് സ്റ്റൈൽസ് ആൻഡ് ഫോർമാറ്റിംഗ് ഷോർട്ട്കട്ട്സ്. വിദ്യാർത്ഥികൾ, ഗവൺമെൻറ് ജോബ് ആസ്പിരൻസ്, ഓഫീസ് സ്റ്റാഫ്, ഫ്രീലാൻസേഴ്സ് എന്നിവർക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായിരിക്കും. പ്രോ ടിപ്സ്: വേഡിൽ ടൈപ്പ് ചെയ്യൂ റാൻഡ് 5,4. അതിനുശേഷം എൻ്റർ അമർത്തൂ. 5 പാരഗ്രാഫ് 4 സെൻറ്റൻസ് ടെക്സ്റ്റ് ഒരേ സമയം ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും. ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കൂ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. MS വേഡിൽ ഫോർമാറ്റിംഗ് പഠിക്കാനായി നമ്മൾ കൂടുതലും കണ്ടൻറ്റ് ടൈപ്പ് ചെയ്യാറുണ്ട്. പക്ഷേ അതിനൊരു സബ്സ്റ്റിറ്റ്യൂട്ട് ഉണ്ട്, റാൻ ഫംഗ്ഷൻ. ഇതുപോലെ ചെയ്യൂ. വേഡിൽ ഒരു പുതിയ ഡോക്യുമെൻറ്റ് ഓപ്പൺ ചെയ്യുക. റാൻഡ് 3,5 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം എൻ്റർ കീ അമർത്തുക. 3 പാരഗ്രാഫ്, ഓരോന്നിലും 5 സെൻറ്റൻസ് വരെയുള്ള ടെക്സ്റ്റ് നമുക്ക് ലഭിക്കുന്നതാണ്. ഇങ്ങനെ കിട്ടുന്ന ടെക്സ്റ്റ് ഉപയോഗിച്ച് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. ഫോണ്ട് ചേഞ്ച്, ബോൾഡ്, ഇറ്റാലിക്, അലൈൻമെൻറ്റ്, സ്പേസിംഗ് തുടങ്ങിയവ. ഫോർമാറ്റിംഗ് ഫോക്കസ്ഡ്, എളുപ്പത്തിൽ പഠനം നടക്കും. എങ്ങനെയാണ് റാൻ ഫംഗ്ഷൻ ഉപയോഗിച്ച് പാരഗ്രാഫ് വരുന്നതെന്ന് നോക്കാം. ആദ്യം നമ്മൾ MS വേഡ് ഫയൽ ഓപ്പൺ ചെയ്യുക. ഡെസ്ക്ടോപ്പിൽ നിന്ന് ഓപ്പൺ ചെയ്യാം, അതല്ലെങ്കിൽ സ്റ്റാർട്ട് ഐക്കണിൽ നിന്ന് MS ഓഫീസ് പാക്കേജിൽ നിന്ന് MS വേഡ് സെലക്ട് ചെയ്യാം, അതല്ലെങ്കിൽ സെർച്ചിൽ MS വേഡ് ആപ്പ് ടൈപ്പ് ചെയ്തുകൊണ്ട് സെലക്ട് ചെയ്യാം. വേഡ് ഓപ്പൺ ചെയ്ത് വരുന്നതാണ്. വേഡ് തുറന്നു വരുമ്പോൾ നമുക്ക് ഏറ്റവും മുകളിൽ കാണുന്ന ബാർ ടൈറ്റിൽ ബാർ ആണ്. അവിടെ ഡോക്യുമെൻറ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും. ഡോക്യുമെൻറ്റ് 14 വേഡ് എന്ന് കാണാം. പിന്നെ ഇവിടെ 3 ഐക്കൺ കാണാം. മിനിമൈസ് ഐക്കൺ, മിനിമൈസ് ചെയ്യാനായിട്ട് മാക്സിമൈസ് ഓർ റീസ്റ്റോർ. മാക്സിമൈസ് ചെയ്താൽ വലുതായി കാണും, ക്ലോസ് ചെയ്താൽ വിൻഡോ ക്ലോസ് ആയി പോകും. വീണ്ടും ഓപ്പൺ ചെയ്യാനായി MS വേഡ് വീണ്ടും ക്ലിക്ക് ചെയ്ത് എടുക്കുക. ടൈറ്റിൽ ബാറിന് താഴെയായിട്ട് നമുക്ക് കാണുന്നത് മെനു ബാറാണ്. മെനു ബാറിൽ വരുന്നത് ഫയൽ, ഹോം, ഇൻസേർട്ട്, ഡിസൈൻ, ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, റിവ്യൂ, വ്യൂ, ഹെൽപ്പ് എന്നിങ്ങനെയുള്ള മെനൂസ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയും. നമ്മൾ ഇപ്പോൾ ഫോർമാറ്റിംഗ് ആണ് പഠിക്കാൻ പോകുന്നത്. ഫോർമാറ്റിംഗ് ഓപ്ഷൻ വരുന്നത് ഹോം ടൂൾ ബാറിലാണ്. ഹോമിൽ നമുക്ക് റിബൺ കാണാനായിട്ട് പറ്റും. ഇവിടെ ക്ലിപ്പ് ബോർഡ്, ഫോണ്ട്, പാരഗ്രാഫ്, സ്റ്റൈൽസ്, എഡിറ്റിംഗ് ഓപ്ഷൻസ് നമുക്ക് കിട്ടും. ഫോർമാറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ വേഡിൽ ടൈപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ടൈപ്പ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് റാൻഡ് ഫംഗ്ഷൻ ഉപയോഗിച്ച് എളുപ്പത്തിൽ ടെക്സ്റ്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനായി റാൻഡ് എന്ന ഫംഗ്ഷൻ കൊടുക്കുക. റാൻ ഫംഗ്ഷൻ വെറുതെ കൊടുത്തതിന് ശേഷം എൻ്റർ കീ പ്രസ് ചെയ്താൽ നമുക്ക് ഒരു റാൻഡമായിട്ടുള്ള പാരഗ്രാഫ് കിട്ടുന്നതാണ്. ഇനി റാൻഡ് ഉപയോഗിച്ച് നമുക്ക് പാരഗ്രാഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ റാൻഡ് ഫംഗ്ഷൻ ടൈപ്പ് ചെയ്യുക. റാൻഡ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. പാരഗ്രാഫ് എത്ര വേണോ അത് ആദ്യം പാരഗ്രാഫ് നമ്പർ കൊടുക്കുക. ഇപ്പോൾ ഞാനൊരു 25 കൊടുത്തു. അപ്പോൾ നമുക്ക് 25 പാരഗ്രാഫ് കിട്ടും. അതിനുശേഷം എത്ര സെൻറ്റൻസ്, ഒരു പാരഗ്രാഫിൽ എത്ര സെൻറ്റൻസ് വേണമെന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യുക, എൻ്റർ കൊടുക്കുക. ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്നത് റാൻഡ് ഓഫ് 25,6 ആണ്. അപ്പോൾ നമുക്ക് 25 പാരഗ്രാഫ് 6 സെൻറ്റൻസ് വീതമുള്ള 25 പാരഗ്രാഫ് കിട്ടും.
എൻ്റർ പ്രസ് ചെയ്യുക. ഇവിടെ നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു 25 പാരഗ്രാഫ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർമാറ്റിംഗ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഫോർമാറ്റിംഗ് ചെയ്യാനായിട്ട് നമ്മൾ ആദ്യം ടെക്സ്റ്റ് സെലക്ട് ചെയ്യണം. ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം ഫോണ്ട് നോക്കാം. ഫോണ്ട് ചേഞ്ച് ചെയ്യാനായിട്ട് നമുക്ക് മൗസ് പോയിൻ്റർ ഹോം ടൂൾ ബാറിലേക്ക് കൊണ്ടുവരിക. ഇവിടെ കാലിബ്രി എന്ന് കാണും, അതാണ് ഫോണ്ട്. ഫോണ്ട് സെലക്ട് ചെയ്യാനായിട്ട് ഫോണ്ട് നോക്കിയിട്ട് ഏതാണ് ഫോണ്ട്, ഞാൻ ടൈംസ് ന്യൂ റോമൻ സെലക്ട് ചെയ്യാം. കാലിബ്രി, കാർത്തിക, ഏരിയൽ റൗണ്ടഡ്, MT ബോൾഡ്, ഏരിയൽ, ഇതിലേതാ വേണ്ടതെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. ഞാനിപ്പോൾ ഏരിയൽ ബ്ലാക്ക് ആണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഏരിയൽ ബ്ലാക്ക് സെലക്ട് ചെയ്തു. ഇനി നമുക്ക് ഫോൺ സൈസ് ആണ് കൂട്ടേണ്ടതെങ്കിൽ, അതായത് ടെക്സ്റ്റിൻ്റെ വലുപ്പം കൂട്ടാനായിട്ട് വലുപ്പം കൂട്ടേണ്ട ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഫോൺ സൈസ് ഇവിടെ ഒരു 11 എന്ന് കാണാം. ആ ഡ്രോപ്പ് ഡൗൺ ലിങ്കിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് ഫോൺ സൈസ് കൂട്ടിക്കൊടുക്കാം. അപ്പോൾ ടെക്സ്റ്റിൻ്റെ വലുപ്പം കൂടിയതായിട്ട് കാണാൻ പറ്റും. അതിന് പകരം ഈ ഒരു വലിയ എ കാണാം, അത് ഇൻക്രീസ് ഫോൺ സൈസ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്താലും ഫോൺ സൈസ് കൂടി വരും. ഫോൺ സൈസ് കുറയ്ക്കണമെങ്കിൽ നമുക്ക് ഈ 20 എന്ന് കാണുന്നിടത്ത് നിർത്തിയിട്ട് നമ്പർ 12 14 സെലക്ട് ചെയ്യാം. അതല്ലെങ്കിൽ ഡിക്രീസ് ഫോണ്ട്, ഒരു ചെറിയ ക്യാപിറ്റൽ എ കാണാം, അത് ഡിക്രീസ് ഫോൺ സൈസ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്യുക, ഫോണ്ട് കുറഞ്ഞു വരുന്നത് കാണാം. ഇനി നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കേണ്ട ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ബിയിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ അത് ബോൾഡായി കാണാം. ബോൾഡ് ഓഫ് ആക്കാനാണെങ്കിലും സെലക്ട് ചെയ്യുക, ബിയിൽ തന്നെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ബോൾഡ് ഓഫായിട്ടുണ്ടായിരിക്കും. ഇനി നമുക്ക് ഒരു ടെക്സ്റ്റ് ഇറ്റാലിക് വേണമെങ്കിൽ ടെക്സ്റ്റ് സെലക്ട് ചെയ്യുക, ഐയിൽ ക്ലിക്ക് ചെയ്യുക. നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ഇറ്റാലിക് ആയിട്ട് കാണും. ഓഫ് ആക്കാനായിട്ട് സെലക്ട് ചെയ്തതിന് ശേഷം ഐയിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇനി അണ്ടർലൈൻ ആണ് വേണ്ടതെങ്കിൽ സെലക്ട് ചെയ്യുക, യുവിൽ ക്ലിക്ക് ചെയ്യുക, അണ്ടർലൈൻ കാണും. അണ്ടർലൈൻ സ്റ്റൈൽ വേണമെങ്കിൽ അണ്ടർലൈൻ്റെ ഈ ഡ്രോപ്പ് ഡൗൺ ലിസ്റ്റിൽ നിന്ന് അണ്ടർലൈൻ സ്റ്റൈൽ, ഡബിൾ ലൈൻ ആണെങ്കിൽ ഡബിൾ ലൈൻ, ഏതാണ് സ്റ്റൈൽ എന്ന് വെച്ചാൽ കൊടുക്കാം. കളർ വേണമെങ്കിൽ അണ്ടർലൈൻ കളർ നമുക്ക് സെറ്റ് ചെയ്യാം. അണ്ടർലൈൻ സ്റ്റൈൽ നമുക്ക് സെറ്റ് ചെയ്യാം. ഓഫ് ആക്കണമെങ്കിൽ യുവിൽ തന്നെ ക്ലിക്ക് ചെയ്താൽ മതി, അണ്ടർലൈൻ ഓഫായി പോകുന്നതാണ്. ഇനി നമുക്കൊരു സ്ട്രൈക്ക് ഔട്ട്, അതായത് നമ്മൾ എഴുതിയതിലൊരു ഹൊറിസോണ്ടൽ ലൈൻ, ഒരു വെട്ട് നടുവിലൂടെ ഇടണമെങ്കിൽ ABC സ്ട്രൈക്ക് ത്രൂ എന്നതിൽ ക്ലിക്ക് ചെയ്യുക. ഓഫ് ആക്കാനും സെലക്ട് ചെയ്ത ആ ടെക്സ്റ്റ് ABCയിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ടൈപ്പ് ചെയ്യാൻ സൂപ്പർസ്ക്രിപ്റ്റ് സബ്സ്ക്രിപ്റ്റ് ഒക്കെ വേണമെങ്കിൽ ടൈപ്പ് ചെയ്ത്, ഇപ്പോൾ A2 എന്നാണ് നമുക്ക് ടൈപ്പ് ചെയ്യണമെങ്കിൽ A ടൈപ്പ് ചെയ്തതിന് ശേഷം X2 ക്ലിക്ക് ചെയ്യുക. അത് സബ്സ്ക്രിപ്റ്റ് ആണ്. അവിടെ ക്ലിക്ക് ചെയ്ത് നമ്മൾ 2 എന്ന് ടൈപ്പ് ചെയ്യാം. ഓഫ് ആക്കാനായിട്ട് അവിടെ തന്നെ X2 തന്നെ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് സ്ക്വയർ ആണ് വേണ്ടതെങ്കിൽ ടൈപ്പ് ചെയ്തതിന് ശേഷം X² സൂപ്പർസ്ക്രിപ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഏതാണോ നമുക്ക് സൂപ്പർസ്ക്രിപ്റ്റ് ആയിട്ട് വെക്കേണ്ടത് അത് ടൈപ്പ് ചെയ്യുക. വീണ്ടും സൂപ്പർസ്ക്രിപ്റ്റിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് സ്റ്റൈൽ വേണമെങ്കിൽ, ടെക്സ്റ്റിന് സ്റ്റൈൽ കൊടുക്കണമെങ്കിൽ നമുക്ക് ഏതാണോ സ്റ്റൈൽ എന്ന് വെച്ചാൽ ഔട്ട്ലൈൻ സ്റ്റൈൽ വേണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ടെക്സ്റ്റിൻ്റെ സ്റ്റൈൽ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണം. നമ്മൾ എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, NB ആയിട്ടുള്ള കാര്യം നമുക്ക് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കണമെങ്കിൽ സെലക്ട് ചെയ്യുക, ടെക്സ്റ്റ് ഹൈലൈറ്റ് ക്ലിക്ക് ചെയ്യുക. ടെക്സ്റ്റ് നമ്മൾ സെലക്ട് ചെയ്ത ടെക്സ്റ്റ് ഹൈലൈറ്റ് ചെയ്ത് നിൽക്കുന്നതാണ്. അത് ഓഫ് ആക്കാനായിട്ട് സെലക്ട് ചെയ്യുക. ആ ABയിൽ തന്നെ ക്ലിക്ക് ചെയ്തുകൊണ്ട് നോ കളർ കൊടുക്കുക. അപ്പോൾ ടെക്സ്റ്റ് ഹൈലൈറ്റ് ഓഫ് ആകുന്നതാണ്. ഇനി ഫോൺ കളർ സെറ്റ് ചെയ്യാനായിട്ട് സെലക്ട് ചെയ്യുക. കളർ ഈ എന്ന് കാണുന്ന ഫോൺ കളർ അവിടെ ക്ലിക്ക് ചെയ്തുകൊണ്ട് കളർ, നമുക്ക് വേണ്ട കളർ സെലക്ട് ചെയ്യുക. ഫോൺ കളർ സെറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ ടൈപ്പ് ചെയ്ത മാറ്റർ ക്യാപിറ്റൽ ലെറ്ററിൽ നിന്ന് സ്മോൾ ലെറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാം. അതുപോലെ സ്മോൾ ലെറ്ററിനെ നമുക്ക് ക്യാപിറ്റലായിട്ടും കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിനായിട്ട് ഈ ചേഞ്ച് കേസ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ അപ്പർ കേസ് കൊടുത്താൽ ഫുൾ ക്യാപിറ്റൽ ആവും. സെൻറ്റൻസ് കേസ് ഫസ്റ്റ് ലെറ്റർ, സെൻറ്റൻസിൻ്റെ ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റൽ ആവും. ലോവർ കേസ് എല്ലാം സ്മോൾ ലെറ്റർ ആവും. ക്യാപിറ്റലൈസ് ഈച്ച് വേർഡ്, ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ ക്യാപിറ്റലായിട്ട്
വരുന്നത് കാണാം. ടോഗിൾ കേസ്, ഓരോ വേർഡിൻ്റെയും ഫസ്റ്റ് ലെറ്റർ സ്മോൾ ആയിരിക്കും, ബാക്കിയെല്ലാം ക്യാപിറ്റൽ ആയിരിക്കും. നമുക്കിപ്പോൾ ഇത് അപ്പർ കേസിൽ കൊടുക്കാം, എല്ലാം ക്യാപിറ്റൽ ലെറ്റർ ആയിട്ട് ഡിസ്പ്ലേ ചെയ്യുന്നത് കാണാം. ഇനി വരുന്നത് പാരഗ്രാഫാണ്. പാരഗ്രാഫിൽ അലൈൻമെൻറ്റ് നോക്കാനായിട്ട് 4 ടൈപ്പ് അലൈൻമെൻ്റ് ആണ് വേർഡിലുള്ളത്. ലെഫ്റ്റ് അലൈൻ, ഡീഫോൾട്ടായിട്ടുള്ള അലൈൻമെൻറ്റ് ലെഫ്റ്റ് ആണ്. സെൻറ്റർ അലൈൻമെൻറ്റ് സെൻറ്റർ, റൈറ്റ് അലൈൻമെൻറ്റ് റൈറ്റ്, ജസ്റ്റിഫൈ. ലെഫ്റ്റ് അലൈൻ ആണെങ്കിൽ ലെഫ്റ്റ് സൈഡ് ഒരുപോലെ വരും. റൈറ്റ് കൊടുത്തു കഴിഞ്ഞാൽ റൈറ്റ് സൈഡ് ഒരുപോലെ വരും. സെൻറ്റർ ആണ് കൊടുക്കുന്നതെങ്കിൽ സെൻട്രലൈസ് ചെയ്തിട്ട് വരും. ഇനി ജസ്റ്റിഫൈ കൊടുത്താൽ രണ്ട് സൈഡും ടെക്സ്റ്റിൻ്റെ രണ്ട് സൈഡും ഈക്വലായിട്ട് കാണാനായിട്ട് പറ്റും. ഇനി ബുള്ളറ്റ്സ് ആൻഡ് നമ്പറിങ്. ബുള്ളറ്റ്സ് കൊടുക്കണമെങ്കിൽ ഈ ബുള്ളറ്റ് സെലക്ട് ചെയ്യാം. ഏത് ബുള്ളറ്റാണോ വേണ്ടത് ആ ബുള്ളറ്റ് സെലക്ട് ചെയ്യാം. നമ്പറിങ് ആണ് വേണ്ടതെങ്കിൽ നമ്പറിങ് ഏത് ഫോർമാറ്റാണ് വേണ്ടത്, 1 2 3 ഫോർമാറ്റ്, ABC, റോമൻ ലെറ്റർ, ഏതാണോ ഫോർമാറ്റ് അത് സെലക്ട് ചെയ്യാം. നമ്പറിങ്. ഇനി നമുക്ക് ലൈൻ സ്പേസിങ് കൊടുക്കാനായിട്ട് പാരഗ്രാഫിൽ നിർത്തിയിട്ട് എത്രയാണ് 1.5 ലൈൻ സ്പേസിങ് കൊടുക്കാം, 1.15 കൊടുക്കാം, സിംഗിൾ കൊടുക്കാം. ഇനി പാരഗ്രാഫ് സെറ്റ് ചെയ്യാനായിട്ട് ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ് കൊടുക്കാം. അതുപോലെ തന്നെ റിമൂവ് ചെയ്യണമെങ്കിൽ റിമൂവ് സ്പേസ് ബിഫോർ പാരഗ്രാഫ് കൊടുക്കുക, റിമൂവ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ് കൊടുക്കുക. ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് സ്പേസ് ആഫ്റ്റർ പാരഗ്രാഫ്, ആഡ് സ്പേസ് ബിഫോർ പാരഗ്രാഫ്. പാരഗ്രാഫിന് ഷെയ്ഡിങ് കൊടുക്കണമെങ്കിൽ പാരഗ്രാഫിൽ കഴ്സർ നിർത്തിയിട്ട് ഷെയ്ഡിങ് കളർ സെലക്ട് ചെയ്യാം, പാരഗ്രാഫ് ഷെയ്ഡ് ചെയ്യാം. ഓഫ് ആക്കണമെങ്കിൽ നോ കളർ സെലക്ട് ചെയ്താൽ മതി, ഓഫ് ആവും. ബോർഡർ, പാരഗ്രാഫിന് ബോർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് ബോട്ടം ബോർഡർ സെറ്റ് ചെയ്യാം. ടോപ്പ് ബോർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ ടോപ്പ് ബോർഡർ സെറ്റ് ചെയ്യാം. ഓൾ ബോർഡർ സെറ്റ് ചെയ്യണമെങ്കിൽ ഓൾ ബോർഡർ കൊടുക്കാം. അതുപോലെ തന്നെ ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡറൊക്കെ നമുക്ക് സെറ്റ് ചെയ്യാം. ലെഫ്റ്റ് ബോർഡർ, റൈറ്റ് ബോർഡർ സെറ്റ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഹെഡിങ് സ്റ്റൈൽ അപ്ലൈ ചെയ്യണമെങ്കിൽ നമ്മൾ ഹെഡിങ് സെലക്ട് ചെയ്യാം. ഹെഡിങ് സ്റ്റൈൽ ഏത് സ്റ്റൈലാണോ വേണ്ടത്, ഹെഡിങ് 1 സ്റ്റൈൽ കൊടുക്കാം. അടുത്ത ഹെഡിങ്ങിന് ഹെഡിങ് 2 സ്റ്റൈൽ വേണമെങ്കിൽ ഹെഡിങ് 2 സ്റ്റൈൽ കൊടുക്കാം. ഹെഡിങ് 3 സ്റ്റൈൽ വേണമെങ്കിൽ ഹെഡിങ് 3 സ്റ്റൈൽ നമുക്ക് ആഡ് ചെയ്യാം. ഹെഡിങ് 4, അങ്ങനെ ഏതാണോ നമുക്ക് വേണ്ട സ്റ്റൈൽ ആ സ്റ്റൈൽ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ടൈറ്റിലാണ് വേണ്ടതെങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ടൈറ്റിൽസ് കൊടുക്കാം. ടൈറ്റിൽ സ്റ്റൈൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ഫൈൻഡ്, റീപ്ലേസ്, സെലക്ട്. ഫൈൻഡ് ചെയ്യണമെങ്കിൽ വേർഡ് നമ്മൾ ഫൈൻഡിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ടൈപ്പ് ചെയ്ത് ഇപ്പോൾ ഞാൻ സേവ് എന്ന് പറഞ്ഞ വേർഡാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. സേവ്, അതാ ഏതാണോ കൊടുക്കുന്നത് ആ സേവ് ഫൈൻഡിൽ കൊടുത്താൽ ഫൈൻഡ് ചെയ്യും. ഇനി നമുക്ക് വീഡിയോ എന്ന് പറഞ്ഞ വേർഡാണ് ഫൈൻഡ് ചെയ്യേണ്ടതെങ്കിൽ വീഡിയോ എന്ന് ടൈപ്പ് ചെയ്യുക. അപ്പോൾ വീഡിയോ എന്ന വേർഡ് ഫൈൻഡ് ചെയ്ത് കാണാം. ഇനി നമുക്ക് ഒരു വേർഡ് റീപ്ലേസ് ചെയ്യണമെങ്കിൽ റീപ്ലേസ് എടുക്കാം. റീപ്ലേസിൽ വീഡിയോ, അത് നമുക്ക് വീഡിയോസ് എന്നായിട്ട് മാറ്റണമെങ്കിൽ വീഡിയോസ് അടിച്ചു കൊടുക്കാം. റീപ്ലേസ് വിത്തിൽ വീഡിയോസ് എന്ന് കൊടുക്കാം. റീപ്ലേസ് കൊടുത്താൽ ഫസ്റ്റ് വേർഡ് ഫൈൻഡ് ചെയ്താൽ വേർഡ് റീപ്ലേസ് ചെയ്യും. ഇനി നമുക്ക് റീപ്ലേസ് ഓൾ ആണ് കൊടുക്കുന്നതെങ്കിൽ എല്ലാ വീഡിയോയും വീഡിയോസായിട്ട് മാറുന്നതാണ്. 44 റീപ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട് എന്നുള്ള മെസ്സേജ് നമുക്ക് കാണാം. ഓക്കെ കൊടുക്കുക, ക്ലോസ് ചെയ്യുക. ഇനി നമുക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനാണ് എഡിറ്റിങ്ങിൽ വരുന്നത്. നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ മൗസ് പോയിൻ്റർ ഒരു സൈഡിലേക്ക് കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്താൽ ഒരു ഫസ്റ്റ് ഏതാണോ നമ്മൾ സെലക്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത് ആ ലൈൻ സെലക്ട് ആവുന്നതാണ്.
ഒരു ലൈൻ സെലക്ട് ചെയ്യാനായിട്ട് ആ ലൈനിൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൗസ് പോയിൻ്റർ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യാം. ആ ലൈൻ സെലക്ട് ആവുന്നതാണ്. ഇനി നമുക്ക് ഒരു പാരഗ്രാഫാണ് സെലക്ട് ചെയ്യേണ്ടതെങ്കിൽ ആ മൗസ് പോയിൻ്റർ പാരഗ്രാഫിൽ വെച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഇനി നമുക്ക് ട്രിപ്പിൾ ക്ലിക്കാണ് ചെയ്യുന്നതെങ്കിൽ ഫുൾ വേർഡിലെ ടെക്സ്റ്റ് സെലക്റ്റഡ് ആയിട്ടുണ്ടായിരിക്കും. കംപ്ലീറ്റ് സെലക്ഷന് 3 പ്രാവശ്യം ട്രിപ്പിളായിട്ട് ക്ലിക്ക് ചെയ്യാം. ഒരുമിച്ച് ട്രിപ്പിളായിട്ട് ക്ലിക്ക് ചെയ്യാം. ഫുൾ സെലക്ഷൻ ആയിട്ടുണ്ടാവും. ഇനി നമുക്ക് സെലക്റ്റിൽ തന്നെ പോയിട്ട് സെലക്ട് ഓൾ കൊടുത്താലും ഫുൾ സെലക്ഷൻ വരും. ഇനി സിമിലർ ഫോർമാറ്റിംഗ് ഉള്ള ടെക്സ്റ്റാണ് വേണ്ടതെങ്കിൽ സെലക്ട് ഓൾ ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ്. അപ്പോൾ സിമിലർ ഫോർമാറ്റിംഗ് ഉള്ള ടെക്സ്റ്റ് മാത്രം സെലക്ട് ആയിട്ട് കാണും. ഞാനിവിടെ നിർത്തിയിട്ട് ടെക്സ്റ്റ് വിത്ത് സിമിലർ ഫോർമാറ്റിംഗ് കൊടുത്തു. അപ്പോൾ ഒരേ ഫോർമാറ്റിംഗ് ഉള്ള ടെക്സ്റ്റ് മാത്രം സെലക്ട് ആയിട്ട് കാണും. ഇനി കട്ട് ചെയ്യണമെങ്കിൽ നമുക്കിപ്പോൾ ഒരു വേർഡ് എനിക്ക് ഈ ലൈൻ കട്ട് ചെയ്ത് എടുക്കണമെങ്കിൽ സെലക്ട് ചെയ്ത് കട്ട് കൊടുക്കാം. പിന്നീട് നമ്മൾ എവിടെയാണോ വേണ്ടത് അവിടെ വെച്ചിട്ട് പേസ്റ്റ് കൊടുക്കാം. ആ വേർഡ് നമ്മൾ കട്ട് ചെയ്ത ലൈൻ ഇവിടെ പേസ്റ്റ് ആയിട്ടുണ്ടാവും. കോപ്പിയാണ് വേണ്ടതെങ്കിൽ നമ്മൾ ആ ലൈൻ അല്ലെങ്കിൽ പാരഗ്രാഫ് വേർഡ് സെലക്ട് ചെയ്യാം. എന്നിട്ട് കോപ്പി പറയാം. എവിടെയാണോ നമുക്ക് പേസ്റ്റ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവച്ചിട്ട് പേസ്റ്റ് കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഒരു കോപ്പി അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവും. ഫസ്റ്റത്തെ നമ്മൾ എവിടെ നിന്നാണോ കോപ്പി ചെയ്തത് അതിൻ്റെ അനദർ കോപ്പി നമ്മൾ വെച്ച് കൊടുത്ത് പേസ്റ്റായി കാണും. ഇനി ഫോർമാറ്റ് പെയിൻറ്റർ നമ്മൾ കൊടുത്തിരിക്കുന്ന ഫോർമാറ്റ് ഇപ്പോൾ ഞാൻ ഒരു സെലക്ട് ചെയ്തു, ബോൾഡാക്കി, ഫോർമാറ്റ് കളറ് ഞാനൊരു റെഡ് കളർ അപ്ലൈ ചെയ്തു. ഇനി എനിക്ക് ഈ ഫോർമാറ്റ് വേറൊരു ടെക്സ്റ്റിന് വേണമെങ്കിൽ ആ ഫോർമാറ്റ് ചെയ്ത ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഫോർമാറ്റ് പെയിൻറ്റർ എടുക്കുക. ഏതിനാണോ ഫോർമാറ്റ് വേണ്ടത് ആ ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ഫോർമാറ്റ് മാത്രം കോപ്പി ചെയ്യാനാണ് ഫോർമാറ്റ് പെയിൻറ്റർ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഷോർട്ട് കട്ട് കീസ് ഒന്ന് നോക്കാം. കട്ട് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ നമ്മൾ മൗസ് പതുക്കെ കട്ടിൻ്റെ അടുത്തേക്ക് കൊണ്ടുവരിക. അപ്പോൾ നമുക്ക് കാണിച്ചു തരും. Ctrl+X ആണ് കട്ട് ചെയ്യുന്നതിനുള്ള ഷോർട്ട് കട്ട് കീ. കട്ട് ചെയ്യണമെങ്കിൽ ആദ്യം നമ്മൾ ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ടുണ്ടായിരിക്കണം. അതിനുശേഷമാണ് കട്ട് ആക്റ്റീവ് ആവുള്ളൂ. ഇപ്പോൾ ഇവിടെ കട്ട് ആക്റ്റീവ് അല്ല. അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഷോർട്ട് കട്ട് കീ Ctrl+X ഉപയോഗിച്ച് കട്ട് ചെയ്യുക. എവിടെയാണോ വേണ്ടത് അവിടെ കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യുക. പേസ്റ്റ് ചെയ്യാനുള്ള ഷോർട്ട് കട്ട് കീ Ctrl+V ആണ്. അതറിയാനായിട്ട് ഈ പേസ്റ്റിൻ്റെ അടുത്ത് നമ്മൾ കഴ്സർ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് ആ ഷോർട്ട് കട്ട് കീ കാണിച്ചു തരും. പേസ്റ്റ് Ctrl+V. ഇനി കോപ്പി ആണെങ്കിൽ കോപ്പി ടെക്സ്റ്റിൻ്റെ കോപ്പി ഐക്കണിൽ നമ്മൾ കഴ്സർ മൗസ് പോയിൻ്റർ കൊണ്ടുവയ്ക്കുക. അപ്പോൾ നമുക്ക് അതിൻ്റെ ഷോർട്ട് കട്ട് കീ കാണിച്ചു തരും. കോപ്പി Ctrl+C. ഇനി ഫോർമാറ്റ് പെയിൻറ്റർ ഷോർട്ട് കട്ട് കീ Ctrl+Shift+C or Ctrl+Shift+V. ബോൾഡ് ഷോർട്ട് കട്ട് കീ Ctrl+B. I. ഇറ്റാലിക് Ctrl+I. U. Ctrl+U ആണ് അണ്ടർലൈൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+U. സൂപ്പർ സബ്സ്ക്രിപ്റ്റ് Ctrl+= ആണ് ഷോർട്ട് കട്ട് കീ. X² സൂപ്പർ സ്ക്രിപ്റ്റ് Ctrl+Shift++. ഫോണ്ടിൻ്റെ ഷോർട്ട് കട്ട് കീ Ctrl+Shift+F. ഫോണ്ട് സൈസ് Ctrl+Shift+P. ഇൻക്രീസ് ഫോണ്ട് സൈസ് Ctrl+Shift+ ഗ്രേറ്റർ ദാൻ സിമ്പൽ. ഡിക്രീസ് ഫോണ്ട് സൈസ് Ctrl+Shift+ ലെസ് ദാൻ സിമ്പൽ. അലൈൻമെൻറ്റ് ലെഫ്റ്റ് അലൈൻ Ctrl+L. സെൻറ്റർ Ctrl+E. റൈറ്റ് Ctrl+R. ജസ്റ്റിഫൈ Ctrl+J.
ഇനി ഫൈൻഡ് Ctrl+F ആണ് ഷോർട്ട് കട്ട് കീ. റീപ്ലേസ് Ctrl+H. സെലക്ട് ഫുൾ സെലക്ട് ചെയ്യാനായിട്ട് Ctrl+A. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിച്ചു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിലെത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. എല്ലാവർക്കും നന്ദി. തൊഴിൽ വാർത്തകൾ എല്ലാ ദിവസവും വാർത്തകൾ തുടർന്നും ലഭിക്കാൻ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. വീഡിയോ കൂടുതൽ പേരിൽ എത്തിക്കാനായി ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. തൊഴിൽ വാർത്തകൾ, പരീക്ഷാ വാർത്തകൾ, വീഡിയോ ക്ലാസുകൾ, നോട്ട്സ്, ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്, പരീക്ഷാ കലണ്ടർ തുടങ്ങി കൂടുതൽ വിവരങ്ങൾ പ്ലേലിസ്റ്റിൽ ലഭ്യമാണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും നന്ദി.